വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയ്ക്ക് അദാനി ഗ്രൂപ്പ് അനുമതി വാങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ. സർക്കാർ അനുമതി കൂടാതെ ഓഹരി വിൽക്കാനാകില്ല. ഓഹരി കൈമാറ്റത്തിന് സർക്കാരിന്റെ മുമ്പിൽ ഫയൽ വന്നിട്ടില്ല എന്നും വി.ഡി. സതീശൻ. ഫയൽ സർക്കാരിന് മുന്നിൽ വന്നാൽ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ, ഇന്നലത്തെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു ഈ ഒരു MSC വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് പങ്കാളികളാകുന്നു, അദാനി ഗ്രൂപ്പുമായി സഹകരിക്കുന്നു എന്നുള്ളത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അതിൽ സർക്കാരിന്റെ അനുമതി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഈ ഒരു തുറമുഖ വകുപ്പ് കൂടി മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയാണ് ഈ ഒരു സമയത്ത്? സഭയിൽ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? സ്വാതി, ഒരു അസ്വാഭാവികത ഇക്കാര്യത്തിലില്ല എന്ന് ആദ്യമേ പറയണം. കാരണം ഇത് കരാറിൽ ഈ കമ്പനിക്ക്, അതായത് അദാനി കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഓഹരികൾ കൈമാറാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനവുമായിട്ടുള്ള ഈ കരാറുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തിൻ്റെ വലിയ ഒരു കുത്തക കമ്പനി തന്നെയാണ് ഈ അദാനിയുടെ നിന്ന് ഓഹരി സ്വീകരിക്കുന്നത്. 49% ഓഹരിയാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് MSC കമ്പനിക്ക് ലഭിക്കുക. അത് ഏതാണ്ട് 13,000 കോടി രൂപയിലേറെ വരും. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഇന്ത്യയിൽ വരുന്ന ഏറ്റവും വലിയ നിക്ഷേപം കൂടിയാണ് ഇത്. ആ രീതിയിൽ സ്വാതി പറഞ്ഞതുപോലെ തന്നെ വലിയ വാർത്തകളിൽ ഇടം പിടിച്ച മാധ്യമ ശ്രദ്ധ നേടിയ വാർത്ത കൂടിയായിരുന്നു MSC സംസ്ഥാനത്ത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഓഹരി വാങ്ങുന്നു എന്നുള്ളത്. ഇത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൂടിയാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി കൂടി ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ചില ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം എന്നുള്ളതാണ് കരാറിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇക്കാര്യം ഈ കമ്പനി, അതായത് വിഴിഞ്ഞം അദാനി കമ്പനി പുറത്ത് വരുന്നത് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ്. ഞങ്ങളുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് 49% ഓഹരി MSC വാങ്ങിയിട്ടുണ്ടെന്ന് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒരു അസ്വാഭാവികത ഇല്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അറിയിപ്പ് അദാനി കമ്പനി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് അടുത്ത നടപടിയായിട്ടായിരിക്കും അതിനെ കാണേണ്ടി വരിക. കാരണം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചാൽ മാത്രം മതി. ഇനി അദാനി കമ്പനി ചെയ്യാൻ പോകുന്നതും അതായിരിക്കും. ഇങ്ങനെ ഒരു വലിയ കരാറിൽ ഈ MSC കമ്പനിയുമായി ബന്ധപ്പെട്ട് ഓഹരി വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക എന്നുള്ള നടപടിയാണ്. അതിൽ